കൂടുതൽ വിശേഷം നീ പറയണ്ട. എനിക്കറിയാടി നിന്നെ. ഒന്നിൽ വീട്ടുകാരെ പേടി വേണം, അല്ലെങ്കിൽ നാട്ടുകാരെ. ധിക്കാരി, ഞാൻ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ട് എത്ര ദിവസമായിന്നറിയോ? നീ ഒരുത്തിയന്റെ കാരണം. ഞാൻ എന്ത് ചെയ്തു അമ്മച്ചി പറയുന്നേ? നീ ഒന്നും ചെയ്തില്ലേ? ആട്ടിന്റെ കാലിന്റെ മുട്ടി ഞാൻ ഒടിക്കും. അഹങ്കാരി. പെൺകുട്ടികളായാലേ നിലയ്ക്ക് നിൽക്കണം. നിലക്കില്ലാതെ ഞാൻ അമ്മച്ചിയുടെ തലയിലാണോ കയറിയിരിക്കുന്നത്? മിണ്ടി പോണത് നീ. ഇങ്ങനെ ചീത്ത വിളിക്കാനാണോ അമ്മച്ചി എന്നെ തിരക്കിട്ട് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ചീത്ത വിളിക്കല്ല, നിന്നെ കൊല്ലുക വേണ്ടത്. ആരാ കുഞ്ഞമ്മേ? അല്ല, ഞങ്ങളെ വീട്ടിൽ ഓരോ വിശേഷങ്ങൾ പറഞ്ഞിരിക്കായിരുന്നു മോളെ. ചവിട്ടുള്ള ഒരു പശുവിനോട് എന്റെ രണ്ടാമത്തെ മോൻ പറയാ നിന്നെ കൊല്ലുക വേണ്ടേന്ന്. അതിനെ പറ്റി പറഞ്ഞോണ്ടിരിക്കായിരുന്നു. മോൾക്ക് ഓർമ്മയില്ല കാരെ? കുഞ്ഞമ്മയുടെ മോളാണോ? ആ, 7 കൊല്ലം മുമ്പ് അവളിവിടെ ക്രിസ്മസിന് വന്നിരുന്നു. ആ, ഓർമ്മയുണ്ട്. ആളൊന്ന് വലുതായല്ലോ. നീയോ ഒത്തിരി പൊക്കം വെച്ചു. നീയോ? ഇതാരാണെന്റെ നിന്റെ വിചാരം? ചെമ്മീൻ കമ്പനിയിൽ നിനക്ക് ജോലി കിട്ടുമ്പോ നിന്റെ മുതലാളിയെ കുട്ടി, മനസ്സിലായ? കാര്യാക്കണ്ട കുഞ്ഞെ. ഇവിടെ വിവരദോഷിയ, എന്നാലും നല്ല ബുദ്ധിയാ. എന്റെ മോളായതുകൊണ്ട് ഞാൻ പറയല്ല. എന്ത് ജോലിക്ക് നല്ല ശുഷ്കാന്തിയാ. പിന്നെ ഭയങ്കര അനുസരണശീലിയാ. അഹങ്കാരില്ല, ധിക്കാരില്ല. ഇംഗ്ലീഷ് നല്ല പോലെ എഴുതുകയും വായിക്കുകയും ചെയ്യും. മോള് നല്ലൊരു ജോലി ചേച്ചിക്ക് ശരിയാക്കി കൊടുക്കും. നീ നോക്കട്ടെ. അയ്യോ, നോക്കിയാ പോരാ, ശരിയാക്കണം. കുറഞ്ഞതൊരു 2000 രൂപ ശമ്പളം കൊടുക്കണം. അയ്യോ അമ്മച്ചി, അതിന് മാത്രമല്ല. നീയും മിണ്ടാതിരിക്കരി. നീര് കുഞ്ഞ് തരാൻ തയ്യാറാണല്ലോ, പിന്നെ നീ എന്തിനു വേണ്ടാതേക്കുന്നത്? അല്ല കുഞ്ഞെ? അതെ. കമ്പനിയിലെ ജോലി കഴിഞ്ഞു വന്ന അടുക്കളയിൽ എനിക്കൊരു സഹായാവും. മഞ്ജു കുഞ്ഞെ ശ്രദ്ധിക്കാൻ ഒരാളാവും. അതിന് പ്രത്യേക ശമ്പളമൊന്നും വേണമെന്നില്ല. എല്ലാം കുഞ്ഞിന്റെ ഇഷ്ടത്തിന് വിടുന്നു. ആ, എനിക്ക് കോളേജിലേക്ക് വൈകി. എന്റെ ഡ്രസ്സ് എവിടെ തേച്ചു വെച്ചത്? തേച്ചില്ല, ഇപ്പൊ കൊണ്ടുവരാം. മോള് കുളിക്കുമ്പോഴേക്ക് റെഡിയാക്കാം. നിന്നെ കുറിച്ച് ഇതിൽ കൂടുതൽ നുണ പറയാണെന്ന് എനിക്ക് വയ്യ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക, കുട്ടികളോടൊക്കെ നല്ല സ്നേഹത്തോടും ബഹുമാനത്തോടും നിന്നില്ലേ കണ്ടല്ലോ. കേറി പോടിയകത്ത്. അങ്കിൾ വാ. അങ്കിൾ, ഇത് കുഞ്ഞമ്മയുടെ മോളാണ്. നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ജോലി. അവള് നന്നായിട്ട് ടൈപ്പ് ചെയ്യും. എന്റെ മോളായതുകൊണ്ട് പറയല്ല. അവള് കാലെടുത്ത് വെക്കുന്നോട്ട് നല്ല ഐശ്വര്യ. എന്താ കുട്ടി വിചാരിക്കുന്നത്? ഫാക്ടറിക്കാരും പിള്ളേരുകളെയാണെന്ന്? അല്ല, കുഞ്ഞമ്മ പറഞ്ഞപ്പോ. ഏത് കുഞ്ഞമ്മ പറഞ്ഞാലും ശരി, ഇനി കുറെ നാളത്തേക്ക് ഒറ്റ ആളിനെ അവിടെ വേണ്ട. ഉള്ളവരെ തന്നെ എങ്ങനെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാ. കുഞ്ഞമ്മേ, കേട്ടു. ഇത്ര മനുഷ്യപ്പറ്റില്ലാത്ത ആളുകളെ എന്തിനാ മാനേജർമാരായിട്ട് വെക്കുന്നത്? കുട്ടിക്ക് ഇവിടെ ഒരു അധികാരമില്ലേ? കുഞ്ഞമ്മേ, ഒരു 8 കൊല്ലം കഴിഞ്ഞോട്ടെ, പിന്നെ എല്ലാം ഞാൻ നോക്കിക്കോളാം. അതുവരെ ഞാൻ വിളി കൊണ്ട് എവിടെ പോവും? നാട്ടിലേക്ക് തിരിച്ചയച്ചൂടെ? മോളിങ്ങോട്ട് വന്നൊരു കാര്യം പറയട്ടെ. ഇനി മോളോട് ഞാനൊരു സത്യം പറയട്ടെ. എന്താ കുഞ്ഞമ്മേ? ഇവളെ നാട്ടിലേക്ക് അയച്ചാ ഭയങ്കര കുഴപ്പാ. മോളിത് ആരോടും പറയരുത്. ഇല്ല. ഇവളവിടെ പല കുലുമാലുണ്ടായിക്കൊണ്ടാ പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വരുത്തിയത്. ഒരു മുസ്ലിം ചെക്കനായിട്ട് ഇവിടെ സ്നേഹാണെന്നോ കല്യാണം കഴിക്കാൻ പോണെന്നോ മോളോട് ഞാനിതൊക്കെ എങ്ങനെയാ പറയാ? നാട്ടിലാകെ പ്രശ്നങ്ങളാ. എന്തായാലും ഇപ്പൊ അവളോട് നിന്ന് ഇറക്കി വിടരുത്. എന്റെ പൊന്നും കൂടെ അല്ലേ. കുഞ്ഞിനെ സമാധാനിക്ക്, നമുക്ക് വഴിയുണ്ടാക്കാം. ഇന്നലെ അമ്മച്ചി എന്നെപ്പറ്റി വല്ലതും പറഞ്ഞോ? ആള് ഞാൻ വിചാരിച്ച മാതിരി അല്ലല്ലോ. അയ്യോ, ഞാനോ? അമ്മച്ചി ചുമ്മാ പറയുന്നതാ. സ്വന്തം മോളെ പറ്റി ഒരമ്മച്ചി അങ്ങനെ ചുമ്മാ പറയൂ? അങ്ങനെ മുഴുവനും ചുമ്മാതല്ല, പക്ഷെ കൂടുതലും ചുമ്മാതാ. ലവ് അഫെയർ ഇല്ലാത്തതാണോ? ഏതൊരു മുസ്ലിം ബോയായിട്ട്? ആ, അതാ ഞാൻ പറയാൻ വന്നേ. സത്യം കേൾക്കണോ? അഷ്റഫിനെ ഞാൻ കാണുന്നത്. അഷ്റഫ് എന്ന പുള്ളിക്കാരന്റെ പേര്. ഞാൻ എന്നും ടൈപ്പിന് പോകുന്ന വഴിക്ക് അഷ്റഫ് അവിടെ കണ്ട് നിൽക്കാറുണ്ടായിരുന്നു പോലും. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല. വീട്, ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, വീട്, അങ്ങനെ. ഒരു ദിവസം അഷ്റഫ് എന്നോട് ചോദിക്കുക, ഞാനൊരു സാധനം തന്നാ വാങ്ങിക്കോന്ന്. എനിക്കങ്ങ് ദേഷ്യം വന്നു. എന്നാൽ എന്താ സാധനം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അത് ആ നോക്കുമ്പോഴെന്താ ഒരു കത്ത്. കരണക്കുറ്റി നോക്കിയൊന്ന് പൊട്ടിക്കാൻ ആദ്യം എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ആലോചിച്ചു, അത് വേണ്ട. കത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് നമുക്കറിയണ്ടേ. പിന്നീട് ആ മനുഷ്യൻ കത്തോട് കത്താണ്. ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ, പിന്നെങ്ങനെ വേണ്ടെന്ന് പറയുന്നേ. എന്റെ അയാളുടെയും വീട്ടുകാരെ ഓർത്ത് എല്ലാം ഞാനങ്ങ് ക്ഷമിച്ചു. ഒരു ദിവസം അഷ്റഫ് എന്നോട് പറയാ, ഒരുപാട് സ്വകാര്യം പറയാനുണ്ട്, സ്കൂൾ ഷെഡിന്റെ പുറകിലോട്ട് വരാവോന്ന്. അതാ കുഴപ്പമായ.
ഞങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ആരാണ്ടൊക്കെയോ കണ്ടുപോലും. അഷ്റഫ് മുസ്ലിമും ഞാൻ ക്രിസ്ത്യാനിയാണല്ലോ. അതിനുശേഷം ഈ രണ്ട് സമുദായക്കാരും തമ്മിൽ ഇല്ലാത്ത പുകലൊന്നുമില്ല. അടിപിടിയും ബഹളവും ഒന്നും പറയണ്ട, ഞാനിങ്ങ് പോന്നു. കുഞ്ഞു പറ, എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഏയ്, ഒരു തെറ്റുമില്ല. അപ്പൊ ക്ലാര കാരണം നാട്ടിലൊരു സാമുദായിക യുദ്ധം നടക്കുകയാണിപ്പോ, അല്ലേ? അത് അവരുടെ ബുദ്ധിമോശം, അല്ലാതെ എന്താ പറയാനാ? കുഞ്ഞിന് എന്നെ പറ്റി തെറ്റിദ്ധാരണ ഒന്നുമില്ലല്ലോ. തീരില്ല. അത് മതി, ഇപ്പോഴെനിക്ക് സമാധാനമായത്. ക്ലാര ചേച്ചിക്ക് നോവല് വായിക്കാൻ ഇഷ്ടമാണല്ലേ? ആരാ പറഞ്ഞേ? പറഞ്ഞത് ആരെങ്കിലും ആവട്ടെ. ഇഷ്ടമാണോ? അതെ. കണ്ടോ, അപ്പൊ ഞങ്ങളെക്കാൾ കൂടുതൽ അങ്ങേര് ചേച്ചി ശ്രദ്ധിച്ചിരിക്കുന്നു. ആര്? ബാബു അങ്കിൾ. അയാളെന്ത് പറഞ്ഞു? എന്തു പറയാൻ, എപ്പോ കണ്ടാലും ക്ലാര ചേച്ചിയെ പറ്റി ചോദിക്കാനേ നേരമുള്ളൂ. ക്ലാര ചേച്ചി ഉണർന്നോ, പള്ളിയിൽ പോയോ, ഊണ് കഴിച്ചോ? അല്ല, എന്താ അതിന്റെ അർത്ഥം? അയ്യോ, എനിക്ക് തോന്നിയിട്ടില്ലല്ലോ പുള്ളിക്കാരൻ എന്നെ ശ്രദ്ധിക്കാറുണ്ടെന്ന്. ആരെങ്കിലും കണ്ടാലോ എന്ന് പേടിച്ചിട്ടായിരിക്കും. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് പറയാ ഈ വീക്കിലി ആരെയും കാണാതെ ചേച്ചിക്ക് കൊടുക്കണോന്ന്. ഇതിലൊരു ബെസ്റ്റ് നോവൽ ഉണ്ടത്രേ ചേച്ചിക്ക് വായിക്കാൻ. ആ മുത്തച്ഛൻ. എന്റെ പ്രിയപ്പെട്ടവളെ, അരുത്, ഊരിക്കളയരുത്, മുഴുവനും വായിക്കൂ. ഞാൻ ആദ്യം അയച്ച കത്ത് മേൽവിലാസം തെറ്റി പല അപകടങ്ങളും ഉണ്ടായി. അതിലെ വരികൾ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. ഒന്ന് മാത്രം ഞാൻ വെളിപ്പെടുത്തുന്നു: യഥാർത്ഥ സ്നേഹബന്ധത്തെ തോൽപ്പിക്കാൻ ഈ നാട്ടിലെ പോലീസിനോ ഭരണകൂടത്തിനോ കഴിയുകയില്ല. ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നത് കുട്ടിയുടെ ഈ മാതൃരാജ്യം ഇന്ത്യ ആയതുകൊണ്ടാണ്. കൂടുതൽ എഴുതാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഒരേ ഒരു അപേക്ഷ മാത്രം: എന്നെ അല്പമെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ എല്ലാം തുറന്നു സംസാരിക്കാൻ ഇന്ന് രാത്രിയിൽ തന്നെ ഒരു അവസരമുണ്ടാകും. സ്വന്തം ബാബുവേട്ടൻ. എന്താ ഇത്? അരി. അതെനിക്ക് മനസ്സിലായി. അരി കഴുകാതെയാണ് അടുപ്പത്തുന്നത്. ഞാൻ കരുതിയത് പോയി കഴിയിട്ടു അടി. ഞാനിവിടെ അരിഞ്ഞു വെച്ച ഉള്ളിയോ? ഉള്ളി. ഉള്ളി അയ്യോ, അതിങ്ങനെ അറിയാതെ എടുത്ത് മിക്സിയിലിട്ടു. മൂപ്പിക്കാൻ വെച്ച ഉള്ളി എടുത്ത് മിക്സിയിലിടെ. നിനക്കെന്തെങ്കിൽ വല്ല ഭ്രാന്ത് പിടിച്ചാ കൊണ്ടാടി. പോടി പോടി, നീ ഇനി അടുക്കള കടന്നു പോകരുത്. താങ്ക് യു അമ്മച്ചി. നോവല് വായിച്ചു, മുഴുവനും വായിച്ചു. നല്ല ഇനം ചെമ്പുപാത്രങ്ങൾക്ക് മുസലിയാർ പാത്രക്കട. എനിക്കതിനെ ചെമ്പുപാത്രം എഴുത്ത് കിട്ടി. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അടുക്കള ജനാലക്കൽ വരുമോ? സംസാരിക്കാം. ഒരു പെൺകുട്ടിയുടെ ചിരി കേട്ടല്ലോ. നീരെ വീണച്ചാ? അയ്യോ, വീണോ? എഴുത്തെന്തെങ്കിലും പറ്റിയ കുട്ടിക്ക്? എന്റെ എഴുത്തിൽ അവൾ വീണെന്നാ ഞാൻ പറഞ്ഞത്. ഇതാ നോക്ക്. എങ്ങനെ ഇനിയെല്ലാം വെടിയും തീയും പോലെ സംഭവിക്കും. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അടുക്കള ജനാലയ്ക്ക്. എന്തിനാണോ സംസാരത്തിന് അടുക്കള ജനാല എടുത്തത്? എടാ മണ്ട, അവളുടെ മുറിയിലാകുമ്പോ മറ്റു പിള്ളേർ അറിയില്ലേ? എനിക്ക് തോന്നുന്നത് കുഞ്ഞമ്മയുടെ സപ്പോർട്ട് ഉണ്ടാവും ഈ പരിപാടിക്കെന്ന. വലിയ വീട്ടിലെ പെൺപിള്ളേരുടെ പ്രേമത്തിന് എപ്പോഴും ഒത്താശ ചെയ്തു കൊടുക്കുന്നത് അവിടുത്തെ വേലക്കാരികളായിരിക്കും. ഓഹോ, ഓ, എത്രയും പെട്ടെന്ന് രാത്രിയായ മതിയായിരുന്നു.
എനിക്ക് പേടിയാവുന്നു. ഇത് ഞാനല്ലേ, ബാബുവേട്ടനല്ലേ? ആദ്യം പൂച്ച കരഞ്ഞതും ബാബുവേട്ടനായിരുന്നോ? അതെ, ആട് കരഞ്ഞതും പട്ടി കുരച്ചതും ഒക്കെ ഞാൻ തന്നെയാണ്. എനിക്ക് 20 മൃഗങ്ങളുടെയും 19 പക്ഷികളുടെയും ശബ്ദം ഉണ്ടാക്കാൻ അറിയാം. ആള് ഭയങ്കര മിമിക്രിക്കാരനാണല്ലോ. മിമിക്രി ഇഷ്ടാണോ? പിന്നെ ഭയങ്കര ഇഷ്ടാ. എന്റെ ഭാഗ്യം. എങ്കിൽ ദിവസത്തിൽ 24 മണിക്കൂറും ഞാൻ കുട്ടിയുടെ മുമ്പിൽ മിമിക്രി കാണിക്കും. അതിരിക്കട്ടെ, ഇതെന്താ എന്നോട് അടുക്കള ഭാഗത്ത് വരാൻ പറഞ്ഞത്? ഞാനൊന്നും അടുക്കളയിലല്ലേ കിടക്കാറ്. ഓ, അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ പോലും അറിയാതെ എന്നെ ഇങ്ങനെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ആദ്യൊരു കത്തയച്ചിരുന്നു. അത് മേൽവിലാസം തെറ്റി. അത് ഒരു കണക്കിന് നന്നായി. സത്യം പറ, എന്നെ ഇഷ്ടമാണ്. എന്തൊരു ചോദ്യം അത്. ഇഷ്ടമെങ്കിൽ വരാൻ പറയൂ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നോട് ഇത്ര പെട്ടെന്ന് അടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് ബാബുവിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം ഞാൻ അത്ര വലിയ ആളാണോ? പ്രായത്തിന്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. എന്ത് പ്രായം? ബാബുവിന് എത്ര വയസ്സായി? 33. അല്ലല്ല, 29. അത്രയല്ലേ ഉള്ളൂ. എനിക്ക് 22 22? ഞാൻ വിശ്വസിക്കില്ല. സത്യമായിട്ട് 22 ആയി. 18 ഉള്ളൂ എന്നാണല്ലോ. കൃത്യനിഷ്ഠയുള്ള ജീവിതമായതുകൊണ്ട് വയസ്സ് കുറവേ തോന്നു. അതാ. എന്തായി? ആകെ കുളമായി. പിന്നെ കുളത്തിൽ വീണോ? ഇതിലും ഭേദം കുളത്തിൽ വീഴുന്നതായിരുന്നു. ഈ പ്രായത്തിൽ ഇങ്ങനെ തുടങ്ങിയ ഇത് എവിടെ ചെന്ന് അവസാനിക്കാനാ? ഹോംവർക്ക് ചെയ്യില്ല. കാലത്ത് വരുന്നത് മിക്കപ്പോഴും ലേറ്റ് ആയിട്ടാണ്. സാറിന്റെ പേരെന്താ പറഞ്ഞത്? പേര് ചോദിച്ചില്ലായിരുന്നു. മേനോൻ, എറണാകുളം മേനോൻ. മിസ്റ്റർ മേനോൻ, ഒന്നുകിൽ ഇവിടുന്ന് ഇവന്റെ TC വാങ്ങി പോവുക, അല്ലെങ്കിൽ വീട്ടിൽ നല്ല ഗൈഡൻസ് കൊടുക്കുക. ഫാദറെ, ഇവനെ അവിടുത്തെ ബോർഡിങ്ങിലാക്കിയാലോ? അതാലോചിക്കാവുന്നതാണ്. അത് നീയാണോ തീരുമാനിക്കുന്നത്? ബോർഡിങ്ങിലാകുമ്പോൾ നിയന്ത്രണമൊക്കെ ഉണ്ടാവുമല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ വേണ്ട ശിക്ഷ കൊടുക്കാൻ ഫാദർ ഏർപ്പാട് ചെയ്താൽ മതി. ഇവരെ തോന്നിയാസമൊക്കെ മുളയിലെ നുള്ളിയില്ലെങ്കിൽ അത് പ്രശ്നമാണ്. ഓക്കെ, നിങ്ങൾ ഓഫീസിലേക്ക് വരോ? ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ മരിക്കുന്ന കൂടി കാണണോ? എനിക്ക് ക്ലാരയോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും സംസാരിക്കാനില്ല. ക്ലാരയൊന്നും സംസാരിക്കണ്ട. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സന്മനസ് കാണിച്ചാൽ മാത്രം മതി. എനിക്ക് പോണം. എനിക്കും പോണം. പോണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ക്ലാരെ, എല്ലാം ഒരു തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ചതാണ്. തെറ്റിദ്ധരിച്ച ഞാനാ. അമ്മച്ചി പറഞ്ഞപ്പോഴാ ആ തെറ്റിദ്ധാരണ മാറിയത്. അമ്മച്ചി എന്ത് പറഞ്ഞു? നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ അത് ഒന്നും ഉദ്ദേശിച്ചില്ല. എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി. അതേ, ആള് തെറ്റിപ്പോയതാണ് ആകെ പ്രശ്നമായത്. നിങ്ങളൊക്കെ വലിയ വലിയ ആളുകള്. ഞങ്ങളെപ്പോലുള്ള പാവങ്ങളുടെ മനസ്സിലിട്ട് കുത്താനും മുറിവേൽപ്പിക്കാനും നിങ്ങൾക്കൊന്നും ഒരു മടിയുമില്ല. എന്റെ കുട്ടി, ഞാൻ നിങ്ങളുടെ കുട്ടിയൊന്നുമല്ല. കുട്ടി ആരുടെ കുട്ടിയാണെന്ന് എനിക്കറിയണ്ട. ഞാനാ മണ്ടി. നിങ്ങളുടെ കത്തിലെ വാക്കുകളെല്ലാം ഞാൻ അതേപടി വിശ്വസിച്ചു. ഒരു അടുക്കളക്കാരിയുടെ മകളാണ് ഞാനെന്ന് ഓർമ്മിച്ചില്ല. കരയാതിരിക്കൂ, കരയാതിരിക്കൂ. നിങ്ങൾ എന്റെ മനസ്സ് നോവിച്ചു. അമ്മച്ചി എന്റെ മേലെ നോവിച്ചു. ഇതുണ്ടോ സത്യം പഠിപ്പിച്ച് പൊള്ളിച്ചതാ. ഞാൻ കുട്ടിയുടെ അമ്മച്ചി വിചാരിക്കുന്ന പോലെ അത്ര വൃത്തികെട്ടാനല്ല. നേര് പറ, എന്നെ ചതിക്കാനായിരുന്നില്ലേ ഇതൊക്കെ? നേര് പറഞ്ഞാൽ ചതിക്കപ്പെട്ടത് ഞാനാണ്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കാരണം കുട്ടി വേദനിക്കാനിടയായതിലാണ് എനിക്ക് വിഷമം. അടുക്കളക്കാരിയുടെ മോളാണെന്നുള്ള ആ ഒരു അപകർഷതാബോധത്തിന്റെ ആവശ്യമില്ല. വരൂ, എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി മാത്രം ഞാനെല്ലാം പറയാം. അഡ്വക്കേറ്റ് അനന്തൻ പേരുടെ ഒരു കത്തുണ്ട്. വക്കീലേ, വക്കീൽ. വക്കീലിന്റെ എഴുത്തുണ്ട്. കോടതിയിൽ നിന്നായിരിക്കും. ഇനി അങ്ങോട്ട് ചെല്ലേണ്ടെന്നുള്ള അറിയിപ്പായിരിക്കും. പ്രിയപ്പെട്ട അച്ഛ, ജീവിതം ക്ഷണികമാണ്. മനസ്സൊരു കുരങ്ങനും. കിട്ടാനിടയില്ലാത്ത സൗഭാഗ്യങ്ങളും കാത്ത് അച്ഛൻ ഇനിയും നേരം കളയരുത്. മീരയെ കിട്ടിയില്ല, പക്ഷെ ക്ലാരയെ കിട്ടി. അതെ, അടുക്കളക്കാരി കുഞ്ഞമ്മയുടെ മകൾ ക്ലാരയുമായി തൽക്കാലം ഞാൻ മുങ്ങുകയാണ്. ക്ലാരയ്ക്കൊരു നിർബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ പേരുമാറ്റി ഒരു ക്രിസ്ത്യാനിയാവണമെന്ന്. ഞാൻ നീ അച്ഛന്റെ മുമ്പിൽ വരുന്നത് ഒരു ഹിന്ദുവായിട്ടായിരിക്കില്ല. ഇനി അച്ഛനെ ഞാൻ അപ്പച്ച എന്നേ വിളിക്കൂ. അനുഗ്രഹിക്കുക. അപ്പച്ചന്റെ മകൻ സെബാസ്റ്റ്യൻ.